വാശിയോടെ ഇനിയും ഇവിടെ തുടരെ ചുവടാൽ പടയായി പൊരുതാം തീരോടെ കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ ലഹരിക്കെതിരായ നിചേരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ ഇനി ലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി കരുതുന്ന പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി കരുതുന്ന പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. 1987 മുതൽ ഐക്യരാഷ്ട്രസഭ ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില, മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ കെണിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു. ലഹരി ഉപയോഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാവുകയും കുട്ടികളിൽ പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ കൂട്ടുകാരെ, ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത്. ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് ശപഥം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുക. മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക. കുട്ടികൾ ലഹരി കയങ്ങളിലേക്ക് വീഴാതിരിക്കാൻ മുതിർന്നവർ മാതൃകയാവട്ടെ.